രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് മൂന്നാമതും വിജയിച്ച് ലോക്സഭയിലെത്തിയ ഓം ബിർള രണ്ടാം തവണയും സ്പീക്കർ. ഓം ബിർളയ്ക്കായി പ്രധാനമന്ത്രിയുടെ പ്രമേയം രാജ്നാഥ് സിംഗും ലല്ലൻ സിംഗും പിന്തുണച്ചു. വേറെയും സഖ്യപാർട്ടികൾ പ്രമേയം അവതരിപ്പിച്ച് പിന്തുണച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനായി ശിവസേനയിലെ അരവിന്ദ് സാവന്തിന്റെ പ്രമേയം NK പ്രേമചന്ദ്രനും താരിഖ് അൻവറും പിന്തുണച്ചു. ശേഷം ശബ്ദവോട്ട്. Those in favor may say aye. Those against may say no. ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപനം. Shri Om Birla is declared elected as the Speaker of this House. ഇത് ചരിത്രപരമായ തിരഞ്ഞെടുപ്പെന്ന് മോദി. संसद में जो ऐतिहासिक निर्णय हुए आपकी अध्यक्षता में सदन के माध्यम से जो सुधार हुए हैं. സ്പീക്കറെ അഭിനന്ദിച്ചതിനൊപ്പം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി രാഹുലിന്റെ പ്രസംഗം. This time the opposition represents significantly more voice of the Indian people than it did last time. പിന്നാലെ സംസാരിച്ച അഖിലേഷ് യാദവും തൃണമൂൽ കോൺഗ്രസിലെ സുദീപ് ബന്ദോപാധ്യായയും തുടങ്ങി പ്രതിപക്ഷത്തെ നേതാക്കളെല്ലാം രാഹുലിന്റെ പ്രസംഗത്തെ പിന്തുടർന്നു. ദിവസം 150 പ്രതിപക്ഷ എംപിമാരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിൽ നീതിയില്ലെന്ന് സുദീപ് ദാ. ആദ്യത്തെ മത്സരത്തിൽ തന്നെ പ്രതിപക്ഷം പരാജയപ്പെട്ടുവെന്ന് BJP. രാഹുലാണ് പരാജയത്തിന് കാരണമെന്നും വിമർശനം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.